68 വർഷമായി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തുന്ന പാലക്കാട് സ്വദേശി സുബ്രഹ്മണ്യമാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാമി 68 വർഷമായിട്ട് മല ചവിട്ടുന്നു. അന്നത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? എന്തറിയോ, ആൾക്കാരുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 10,000 ഒരു ഒട്ടടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്, ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് വേറെയാണ്. അന്ന് പമ്പയിൽ നിന്ന് നമ്മൾ മല കയറുമ്പോൾ ആ വഴിയൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം സുഖമായിട്ടുണ്ടായിരുന്നു. എല്ലാം ചെടികളും മരങ്ങളും പിന്നെ മണ്ണും കാല് സുഖമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടുണ്ട്. അപ്പോൾ എപ്പോഴും നടക്കാം. 12 മണി നടക്കാം, നടക്കില്ല. 12 മണി നടക്കാം, പിന്നെ 2 മണി നടക്കാം. ഇപ്പോൾ 10 മണി ശരി നടക്കാൻ വയ്യില്ല. അന്ന് പമ്പയിൽ നിന്നും ഈ സന്നിധാനം വരെ എത്താൻ എത്ര സമയം എടുക്കുമായിരുന്നു? നമുക്കോ, എനിക്ക് പമ്പയിൽ നിന്ന് സന്നിധാനം എത്താൻ 1 മണിക്കൂറുണ്ടായിരുന്നു. നീലിമല വരും. അവിടെ ഒന്നും മടിയില്ല. ആ പമ്പയിൽ കടന്നിട്ട് നീലിമല കടന്നിട്ട് പിന്നെ ഇവിടെ വരും. ഒരു മണി കഴിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റേഷനില്ല. അന്ന് ഇവിടൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട്. 18 മണി കയറും വരും. ആ സമയത്ത് ഒന്നും പോലീസുകാരുണ്ടായില്ല. നമ്മുടെ മാതിരി അയ്യപ്പന്മാരല്ലേ, അവിടെ ഉണ്ടാവും കയറ്റിവിടാൻ. പോലീസുകാർ ഞാനും കയറ്റിവിട്ടിട്ടുണ്ട്. ഒരു കൊല്ലം സർവീസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങയുടെ ഓർമ്മ പ്രകാരം ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അന്നൊക്കെ ഏകദേശം എത്ര പേര് സന്നിധാനത്തൊക്കെ എത്താൻ സാധ്യതയുണ്ടായിരുന്നു? ഇവിടൊക്കെ നിറഞ്ഞു കിടക്കും മകരവിളക്ക്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടൊക്കെ നിറഞ്ഞു കിടക്കും. 4 മണി ശേഷം ശരണഘോഷം ഉണ്ടാവും. അത് തന്നെയാണ് മകരവിളക്ക്. 4 നിന്ന് 6 മണി ശരണഘോഷമില്ലേ, ഭക്തമായിട്ട് ഘോഷം. അത് തന്നെയാണ് മകരവിളക്ക്. അത് കാണാൻ നിങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത ഒരു 20 വർഷത്തിനിടയ്ക്കൊക്കെ മകരവിളക്ക് എന്ന് പറയുമ്പോൾ വലിയ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത്. അന്നും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അതേപോലെ തന്നെയായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ തന്നെയാണ്. 100 മണിക്കൂർ ദേവലോകമാണ്. അയ്യപ്പന്മാർ ശരണം പിടിച്ച് വിളിക്കുന്നല്ലേ, അതിന് ദേവലോകം. ഭക്തന്മാരോട് ഒരേ നോക്ക്, ഭഗവാനെ കാണാൻ നോക്കണ്ടേ, അതിന് ദേവലോകം. വേറൊന്നും ലോകമല്ല. ഭഗവാൻ ഇവിടെ ഉണ്ട്, പക്ഷെ എല്ലാവരും മനസ്സിലുണ്ടാവും. അവരെ കാണണം വേണ്ടിയിട്ട് അതുകൊണ്ട് നോക്കണ്ടേ, ഇങ്ങനെ നോക്കുന്നത്. അതാ വലിയ കാരണം. അന്ന് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം, വെള്ളം, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വകയായിട്ട് ഭക്ഷണമുണ്ട്, വെള്ളം എല്ലാം കൊടുക്കുന്നുണ്ട്. അന്ന് എങ്ങനെയാ? ഞാൻ ചുമട് തൂക്കിയിട്ടുണ്ട്. അരിശി, പരിപ്പ്, എല്ലാ സാധനവും ഞങ്ങളിവിടെ അന്നാനും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ വരും. എല്ലാം ചമയക്കാരന്മാരല്ല, എല്ലാം വലിയ വലിയ ഓഫീസുകാരന്മാരാണ്. അവരോട് ചമയ്ക്കും. കാട്ടാൽ വന്നാൽ ചമച്ച് ഊണ് കുറിച്ച് വരുന്നവർക്ക് വിട്ട് വിടും. നമ്മുടെ ഒരു മുടിയുണ്ടായിരുന്നു, അരിബഡ് സമാജ് പറഞ്ഞിട്ട്, അവർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അവരുടെ കൂടെ വന്നത്. ആ വിളിയിൽ അന്നാനടക്കം 14th, 12th, 13th, 14th 3 നാൾ അന്നാനമാണ്. വെറുതെ ചാപ്പാടിടും, ബിസ്ക്കറ്റ് കൊടുക്കും, വെള്ളം കൊടുക്കും, ജ്യൂസ് കൊടുക്കും, പിന്നെ എന്തൊക്കെ കൊടുക്കാം, മറ്റു കൊടുക്കും. പാലക്കാട് നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അന്ന് ബോംബെ നിന്നാണ് വന്നത്, ബോംബെയിലായിരുന്നു ജോലി. അപ്പോൾ എവിടം വരെ നിങ്ങൾക്ക് വാഹന സൗകര്യം ഉണ്ട്? എവിടം വരെ വാഹന സൗകര്യം ഉണ്ടായിരുന്നു? വാഹനം ഞങ്ങൾ ട്രിപ്പ് ഗുരുവായൂർ വരും. ബോംബെയിൽ നിന്ന് ഗുരുവായൂർ വരും, ഗുരുവായൂർ തൊടും, പിന്നെ ചോട്ടാനിക്കര, തിരുപ്പണത്തറ, അങ്ങനെ വരും. പിന്നെ ഞങ്ങൾ 1967 കഴിഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് അയ്യപ്പന്മാർ കൂട്ടിയിട്ട് വരും. കട്ട് നിറച്ച്, ഇവിടെ കട്ട് നിറയ്ക്കല്ല, അവിടെ കട്ട് നിറച്ച് കൂട്ടിയിട്ട് വരും. പിന്നെ ഫുൾ ചൂടടിക്കും. കേരള, കർണാടക അങ്ങനെ ചൂടടിച്ച് വരും മെഡ്രാസിൽ. അതൊരു 10 കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. 200 അയ്യപ്പന്മാരുണ്ടാവും. ഇവിടെ സ്ഥലം കിട്ടാൻ, ഇവിടെ സ്ഥലം കൊടുക്കും, സൗകര്യമായിരുന്നു. ഇപ്രാവശ്യം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലെന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ തൃപ്തികരമാണോ? ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ ഒരുക്കങ്ങൾ തൃപ്തികരമാണോ? തൃപ്തികരമാണ്. അതല്ലയോ, ക്രൗഡ് ചെയ്യാൻ പറ്റില്ല. ഈ ക്രൗഡ് കൊണ്ട് എന്ത് ചെയ്താലും 100% വരില്ല. എന്നാലും അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. 68 വർഷമായി മല ചവിട്ടുകയാണ്, അയ്യപ്പ ദർശനത്തിന് എത്തുകയാണ് സുബ്രഹ്മണ്യം. 162 എത്ര കൊല്ലായി? 62 കന്നിമലയാണ്. 64 വർഷം അദ്ദേഹം ഓർത്തെടുത്തപ്പോൾ 64 വർഷം എന്നാണ് പറയുന്നത്. 64 വർഷമായി മല ചവിട്ടുന്ന സുബ്രഹ്മണ്യം സ്വാമി ഇക്കുറിയും അദ്ദേഹം പതിവ് തെറ്റിക്കാതെ അയ്യപ്പ ദർശനത്തിന് സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.